ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് സിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റൂം ടൂറാണ് കേട്ടോ. അപ്പം റൂം ടൂർ ചെയ്യാം. അപ്പം ഡേ ഇൻ മൈ ലൈഫ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ന്യൂ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. എന്നോട് എന്നെപ്പറ്റിയും എൻ്റെ ഫാമിലീനെ പറ്റി പറയാനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറയാം, ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഇങ്ങനെ പുരാണം പറയുന്ന പോലെ ആയിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞാൻ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയണം. കാരണം എനിക്ക് എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്നറിയില്ല. എന്നെപ്പറ്റി എൻ്റെ ഫാമിലീനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ചെയ്യാം. എന്നെപ്പറ്റി കൂടുതൽ എന്താ പറയാനുള്ള, എന്നെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് കൂടുതൽ അറിയേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഫാമിലീനെ പറ്റി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റൂം ടൂറാണ്. അപ്പോൾ ഞാനങ്ങനെ റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എങ്ങനെയാണോ കിടക്കുന്നത്, കാരണം എനിക്ക് വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ റൂം ടൂറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റൂം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ റൂമിൽ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ലിഫ്റ്റിലാണ് നമ്മൾ താഴെ നിന്ന് വരുന്നത് 3rd ഫ്ലോറാണ്. അപ്പം സ്റ്റെപ്പ് വഴിയും വരാം. ഇതാണ് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറാനുള്ള. അപ്പം ലിഫ്റ്റ് വഴിയും വരാം. ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. 3rd ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ജനലുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന സ്പേസിലാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സൈഡിൽ വാഷ്റൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ 309 ആണ്. അപ്പോൾ നമ്മൾ ഞാൻ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് ഇറങ്ങിപ്പോയി, അതാണ് വലിയ ഇതല്ല. അപ്പോൾ ഡോറ് എന്ന് വെച്ചാൽ ഇതുണ്ട്. ഡോറ് കഴിഞ്ഞിട്ട് നമ്മളൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. കർട്ടൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻഡ് ചെയ്തതാട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ ഡോർ അടച്ചു കഴിഞ്ഞാലും കണ്ടോ ചെറിയൊരു സ്പേസ് പോലുണ്ട്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കേട്ടോ, വലുതായിട്ടല്ല, ചെറിയ രീതിയിൽ നമ്മുടെ റൂമിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. അപ്പോൾ ആൻറ്റി അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഒരു കർട്ടൻ പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ അടച്ചിട്ട് അതും നീക്കിയിടും. അപ്പോൾ ഡോറ് അതങ്ങനെ. പിന്നെ അവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ അവിടെ വെളിയിലൊരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ടുവന്നിടും. പിന്നെ നമ്മുടെ ആ ഷെൽഫ്, ഈ മുകളിലത്തെ 2 തട്ട് കാണുന്നത് എൻ്റെതാണ്. കുത്തിക്കയറ്റി വെച്ചേക്കാം കേട്ടോ സാധനങ്ങളൊക്കെ. പിന്നെ താഴോട്ട് കാണുന്നതൊക്കെ അഞ്ജലിയുടെയാണ്. അപ്പോൾ അവളുടെ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ ഷെൽഫ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. സൂചി കുത്താൻ സ്ഥലമില്ലാത്ത പോലെ ഷെൽഫ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത് അഞ്ജലിയുടെ ബെഡാണ് കേട്ടോ. അപ്പോൾ അവൾ രാവിലെ എണീറ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ബെഡ് ഒഴിവാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ അവളുടെ സാധനങ്ങളാട്ടോ. ഇത് പിന്നെ എൻ്റെ ഉണങ്ങിയ തുണികളാണ് ഗൈസ്, എനിക്ക് മടക്കി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ കിടന്ന് അങ്ങനെ തന്നെ ഞാൻ ഇട്ടിട്ട് റൂം ടൂർ ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ ബെഡ് കേട്ടോ. എൻ്റെ ഒരു പാവക്കുട്ടി മാത്രം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അതിപ്പോൾ എടുത്ത് മാറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. റൂം ടൂർ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു ആങ്കർ ഉണ്ട്. ഞാനിങ്ങനെ പോലെ കംഫർട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊന്നും അവിടെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് അവളുടെ ഡ്രസ്സാണ്. ഇത് എൻ്റെ ഡ്രസ്സൊക്കെ അതാണ്ട് ഇവിടെ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. കുറേയൊക്കെ കഴുകിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ഡ്രസ്സ് ഞാൻ പനിയൊക്കെ ആയിട്ട് കഴുകാണ്ടാക്കിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങോട്ടൊക്കെ ഡ്രസ്സ് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ, എങ്ങനെയാണ് റൂം ടൂർ ചെയ്യാൻ, കാരണം ഞാൻ ഒരു ഐഡിയ ഇല്ല, അത് പെട്ടെന്ന് എഴുതിയ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ റൂം നമുക്കിങ്ങനെ ഹോം ടൂർ ചെയ്യാൻ അത്രയൊന്നും ഇല്ലല്ലോ, ഒരു റൂമല്ലേ കാണിക്കാനുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. റൂം കുഞ്ഞൊരു റൂമാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3 കട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാകുന്നെങ്കിൽ തറയിലുള്ള സ്പേസ് കാണിച്ചു തരാം. ഈ കട്ടിൽ പിന്നെ എൻ്റെ കട്ടിൽ, 3 കട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്രയും സ്പേസാണ് കേട്ടോ ഉള്ളത് നമുക്ക്. പിന്നെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ കട്ടിലിൻ്റെ അടിയിൽ, നമ്മുടെ പെട്ടി അതെല്ലാം കട്ടിലിൻ്റെ അടിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ
അപ്പോൾ അതൊക്കെയാണ് റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊരു കുഞ്ഞു റൂം. ഇപ്പോൾ അവളില്ല കേട്ടോ, ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. പിന്നെന്താ, പിന്നെ അപ്പോൾ റൂം ടൂറ്. ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം ചെയ്യാം. ഞാൻ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ നിൽക്കണ ഒരു ദിവസം, ഇവിടെ ഇതിപ്പോൾ നമ്മുടെ വീടാണല്ലോ, അപ്പം ഹോസ്റ്റലിൽ നിൽക്കണ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഒരു വട്ടം ചെയ്തതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഉച്ച വരെ ഉള്ളൂ കോളേജ്, കാരണം ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എക്സാം നടക്കുന്നത് കൊണ്ട് കോളേജ് ഉച്ച വരെ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഫെബ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വലിയ ക്യാമറ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് എൻ്റെ റൂം കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ചെയ്തു. അല്ലാതെ റൂം ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒതുക്കി സെറ്റ് ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ കിടന്നു അങ്ങനെ തന്നെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.